കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അസ്ഥിരോഗ വിഭാഗത്തിൽ ശസ്ത്രക്രിയകൾ അടക്കം മുടങ്ങുന്നു. ഇംപ്ലാന്റ് ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയകൾ മുടങ്ങിയതോടെ നൂറുകണക്കിന് രോഗികളാണ് ദുരിതത്തിലായത്. മരുന്നുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് പ്രതിസന്ധി. വിഷയത്തിൽ അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വിദഗ്ധ ചികിത്സ തേടി മെഡിക്കൽ കോളേജിലെത്തുന്ന സാധാരണക്കാരായ രോഗികളാണ് ദുരിതത്തിലായിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടിയെത്തുന്നവർ പോലും മതിയായ ചികിത്സ കിട്ടാതെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. എല്ലുരോഗ വിഭാഗത്തിൽ ഇംപ്ലാന്റ് ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ട് ദിവസങ്ങളായെങ്കിലും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. OP വിഭാഗത്തിൽ ചികിത്സ തേടിയതിനെ തുടർന്ന് 3-4 മാസം മുമ്പ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ തീയതി ലഭിച്ചവർക്കും തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. ആശുപത്രിയിൽ മരുന്നും അനുബന്ധ സംവിധാനങ്ങളും ഇല്ലാത്തതാണ് രോഗികളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടത്. കോടികളുടെ കുടിശ്ശിക വന്നതോടെ കമ്പനികൾ വിതരണം നിർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം. മെഡിക്കൽ കോളേജിൽ എല്ലാ ചികിത്സകളും മുടങ്ങുകയാണ്. ക്യാൻസർ രോഗികളുടെ, ഹൃദ്രോഗികളുടെ, കിഡ്നി രോഗികളുടെ, ഇപ്പോഴിതാ സർജറിക്ക് ഡേറ്റ് കൊടുത്തിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഓർത്തോ വാർഡിൽ കഴിയുന്ന രോഗികൾ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് അവർ പോവുകയാണ്. സർജറി ഇല്ല, നടക്കുന്നില്ല. സർജറി മുടങ്ങിയിരിക്കുന്നു. ഇംപ്ലാന്റ് ചെയ്യേണ്ട സർജറി അടക്കം മുടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ മെഡിക്കൽ കോളേജിനെ എത്തിച്ചത് എന്തിനാണ്? സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണോ? ഈ സർക്കാർ ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? പാവപ്പെട്ട രോഗികൾ വന്നു ചേരുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെയുള്ള ഈ മെഡിക്കൽ കോളേജുകളെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ ശക്തികൾക്കെതിരായിട്ടുള്ള അതിശക്തമായ ജനകീയ പ്രക്ഷോഭം മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ കടന്നു വരും, ഒരു സംശയവുമില്ല. അനസ്തീഷ്യ വിഭാഗത്തിൽ നിന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് വരെ ചികിത്സ ലഭിക്കാത്ത അവസ്ഥയാണ്. കാസ്പ് കാരുണ്യ മുഖേന ചികിത്സ തേടിയെത്തുന്നവർക്ക് മരുന്നില്ലെന്ന സീൽ പതിച്ചു നൽകുകയാണ്. പലരും സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളെയും ആശുപത്രികളെയും ആശ്രയിക്കാൻ ഗതിയില്ലാതെ വീടുകളിലേക്ക് തന്നെ മടങ്ങുകയാണ്. ആശുപത്രി വികസന സമിതിയുടെ ന്യായവില മെഡിക്കൽ ഷോപ്പിൽ മരുന്നുകൾ ലഭ്യമല്ലാത്തതിനാൽ കൃത്യമായ ചികിത്സ രോഗികൾക്ക് ഉറപ്പാക്കാൻ കഴിയാതെ നിസ്സഹായരാണ് ഡോക്ടർമാരും. സാധാരണക്കാരായ രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ജനം, കോഴിക്കോട്.